കെമിസ്ട്രിക്കാരന് എക്കണോമിക്സ് ആയിട്ട് എന്താണ് ബന്ധമെന്ന് അറിയണ്ടേ? ഈ കെമിസ്ട്രിക്കാരൻ ചൂണ്ടിയ കൊച്ച് എക്കണോമിക്സിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരാതെ നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നേ? ഏത് നമ്മുടെ നല്ല ഓർമ്മകൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പങ്കൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ സെൻട്രൽ ലൈബ്രറി. ഇവിടെ എനിക്ക് വലിയ റോളില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ലയോള അലുമിനി അസോസിയേഷൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ലയോളയുടെ ലേബിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാനിവിടുന്ന് ഒരു ലാമ്പും ഒരു ഡയറിയും വാങ്ങിച്ചു കേട്ടോ. ഇരിക്കട്ടെ എന്നേ ഒരു ഓർമ്മയ്ക്ക്. ലയോളയിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ബിൽഡിംഗ് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ് കേട്ടോ. സത്യമാട്ടെ, ഞാൻ നടന്നൊരു പരുവായി. ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി കഥയാകാം. ഈ സ്റ്റോൺ ബെഞ്ച് കണ്ടോ? നിങ്ങൾക്കിത് വേറൊരു സ്റ്റോൺ ബെഞ്ച് ആയിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഈ സ്റ്റോൺ ബെഞ്ചിൽ എൻ്റെ സ്നേഹനെയും കാത്തൊരു ഇരിപ്പുണ്ട്. ആ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഓടിച്ചാടിയൊരു വരവുണ്ട് കേട്ടോ. കോളേജ് ഞങ്ങളുടെ സൊള്ളിൽ മൊത്തം ഈ സ്റ്റോൺ ബെഞ്ചിലായിരുന്നു. കോളേജുകാർ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്ന് ഈ സ്റ്റോൺ ബെഞ്ച് അടിച്ചു മാറ്റിയേനെ. ഇനി ലയോളയെ പഠിച്ച എല്ലാവർക്കും സങ്കടം വരുന്നൊരു കാര്യം പറയട്ടെ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട 90 ഇല്ലേ, ആ 90 ഇപ്പോൾ ഇല്ല കേട്ടോ. പകരം ചായ് കിങ്സ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെന്നൈ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബൈ ബൈ.